അങ്ങനെ കളവും ആരവും ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാവരും ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് എത്തിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തൽ ഫലം കണ്ടുവോ എന്നറിയാൻ കഴിയുന്ന ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇരു കക്ഷികൾക്കും ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകം. ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നണികൾ ഉണ്ടായിരുന്ന അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം വീണു കഴിഞ്ഞു. നാമനിർദ്ദേശക പത്രിക നൽകുവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കവേ ഇന്ത്യ സഖ്യത്തിൽ അടക്കം സീറ്റ് ധാരണ എത്തിയിട്ടുണ്ട്. 243 അംഗ നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് 61 സീറ്റ് നൽകും. എന്നാൽ അതിൽ 59 സീറ്റുകളിൽ മാത്രമേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുകയുള്ളൂ. സഖ്യത്തിനൊപ്പം ചേർന്ന ഇന്ത്യ ഇൻക്ലൂസീവ് പാർട്ടിക്കായി 2 സീറ്റുകൾ നീക്കിവെക്കണം. കഴിഞ്ഞ തവണ 19 സീറ്റിൽ മത്സരിച്ച 12ലും വിജയിച്ച CPI-MLന് ഇത്തവണ 20 സീറ്റാണ് നൽകുന്നത്. CPIക്ക് 6, CPIMന് 4 സീറ്റുകൾ നൽകും. അതേസമയം മുന്നണി വിടുമെന്ന് ഭീഷണി മുഴക്കിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് 15 സീറ്റ് നൽകിയിട്ടുണ്ട്. ബാക്കി വരുന്ന 137 സീറ്റുകളിൽ RJD തീരുമാനമെടുക്കും. ഘടകകക്ഷികൾക്ക് RJD സ്വന്തം അക്കൗണ്ടിൽ നിന്നും സീറ്റ് നൽകും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണം അവസാനിക്കാനിരിക്കവേ മണിക്കൂറുകൾക്ക് മുൻപായിട്ടാണ് കോൺഗ്രസ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചത്. 48 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. സീറ്റ് വിഭജനത്തിൽ NDAയിലും പ്രതിസന്ധികൾ ഒഴിഞ്ഞതായിട്ടാണ് വിവരം. ധാരണ പ്രകാരം ലഭിച്ച 101 സീറ്റ് വീതം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച BJPയും JDയും പ്രചാരണത്തിൽ സജീവമാവുകയാണ്. ലോക് ജനശക്തി പാർട്ടി 29 സീറ്റുകളിലും ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവ അവർക്ക് ലഭിച്ച 6 വീതം സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വോട്ട് പെട്ടിയിലാക്കാമെന്ന മോഹവുമായി മോദി കൂട്ടുപിടിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണെന്നത് പച്ചയായ സത്യമാണ്. അവർ പിന്നീട് ചെയ്തതും ചെയ്യിപ്പിക്കുന്നതും BJP ഗവൺമെന്റ് ഉണ്ടാക്കുക എന്ന അജണ്ടയുടെ ഭാഗമായിട്ടായിരുന്നു. ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടികയും രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വെളിപ്പെടുത്തലും ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ഇതേ സാഹചര്യത്തിൽ തന്നെ NDAയിൽ പൊട്ടിത്തെറി ഉണ്ടാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് കിട്ടിയ വലിയ സീറ്റ് വിഹിതം മറ്റു കക്ഷികളെ അസ്വസ്ഥപ്പെടുത്തിയതാണ് NDAക്ക് സീറ്റ് പ്രഖ്യാപനം അവസാന നിമിഷം റദ്ദാക്കേണ്ടി വന്നത്. ഔദ്യോഗികമായി സീറ്റ് ധാരണ പ്രഖ്യാപിക്കാതെ അങ്ങനെയായവർ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുവാൻ നിർബന്ധിതരായി. പിടിച്ചു നിൽക്കാനുള്ള ഇടത്തിനായി സീറ്റ് എണ്ണം കൂട്ടിച്ചോദിച്ച ഹിന്ദുസ്ഥാനി ആവാം മോർച്ചയ്ക്ക് 6 സീറ്റിനായി തൃപ്തിപ്പെടേണ്ടി വന്നപ്പോഴാണ് 29 സീറ്റും കൊണ്ട് പസ്വാൻ പോയത്. പസ്വാന്റെ തുടക്കം തൊട്ടുള്ള വിലപേശൽ നാടകവും അവസാനമുണ്ടായ നേട്ടവും ആരുടെ നാടകമാണ് എന്ന് ഇന്നും തെളിഞ്ഞിട്ടില്ല. JDയുവിന്റെയും നിതീഷ് കുമാറിന്റെയും രാഷ്ട്രീയ ഭാവിക്കൊപ്പം ബീഹാറിലെ രാഷ്ട്രീയ നിരീക്ഷകരിൽ ഇതും ഇപ്പോൾ ചർച്ചയാണ്. BJP കേന്ദ്ര നേതൃത്വം എല്ലാവരെയും താൽക്കാലികമായി അടക്കി നിർത്തുന്ന വിജയിച്ചിട്ടുണ്ട്. പക്ഷേ കൈവശം വരുന്ന 5 സീറ്റുകൾ LJPയിലേക്ക് കൈമാറുന്ന നീക്കത്തിൽ നിതീഷ് കുമാറിന്റെ അസ്വസ്ഥത പരസ്യമായി മാറി. തങ്ങൾ മത്സരിച്ചിരുന്ന മഹുവ സീറ്റ് LJPക്ക് നൽകുന്നതിൽ വിയോജിച്ചാണ് രാഷ്ട്രീയ ലോക് മോർച്ചയുടെ ഉപേന്ദ്ര കുഷ അവസാന നിമിഷം നിസ്സഹരിച്ചത്. ഒടുവിൽ അമിത്ഷാ നേരിട്ട് നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹത്തെ മനം മാറ്റിയെടുത്തത്. സോൻബർസ, രാജ്ഗിർ, മോർവ, ഘായ്ഘട്ട്, മദിഹാനി സീറ്റുകളെ ചൊല്ലിയാണ് JDയുവും LJPയും തമ്മിലുള്ള തർക്കമുണ്ടായത്. ഇതിൽ രാജ്ഗിറും സോൻബർസി, മദിഹാനിയും JDയുവിന്റെ സിറ്റിംഗ് സീറ്റുകളുമാണ്. എന്നാൽ 5-നുമായിട്ടുള്ള LJP ആവശ്യത്തോടൊപ്പമാണ് BJP നിന്നത്. JDയു പക്ഷേ വിട്ടുകൊടുത്തില്ല. പല റൗണ്ടുകൾ ചർച്ചകൾ നടത്തിയിട്ടും JDയു വഴങ്ങിയില്ല. എന്നാൽ JDയുവിനുള്ള മാനസിക പിന്തുണ 10 വർഷം മുൻപ് JDയു വിട്ട് ഹിന്ദുസ്ഥാനി ആവാം മോർച്ച രൂപീകരിച്ച കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചി തുറന്നു പറഞ്ഞു. 2020-ൽ തനിച്ച് 100 സീറ്റുകൾ മത്സരിച്ച ചിരാഗ് പാസ്വാന്റെ പാർട്ടി നേടിയത് 1 സീറ്റാണെങ്കിലും JDയുവിനെ തകർക്കുന്നതിൽ അവർ വിജയിച്ചു. 43 സീറ്റുകളിലേക്ക് JDയു ഒതുങ്ങിയത് ചിറാങ്ങിന്റെ രംഗപ്രവേശത്തിലായിരുന്നു. BJP ഇത് തിരിച്ചറിഞ്ഞിരുന്നു. ഇത്തവണ ചിറാങ്ങിന് അമിത പരിഗണന ലഭിക്കുന്നതിൽ പിന്നിൽ പലതും മണക്കുന്നത് ഇതുകൊണ്ടാണ്. തീവ്ര വോട്ടർ പട്ടിക കത്തി നിൽക്കുന്ന ഈ സമയത്ത് ചില നിർദ്ദേശങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചത് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. വോട്ട് ചെയ്യാനായി ബുർക്ക ധരിച്ചെത്തുന്ന സ്ത്രീകളുടെ മുഖം വോട്ടർ കാർഡുമായി ഒത്തുനോക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ ആവശ്യപ്പെട്ടത്. അതോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോജിക്കുകയായിരുന്നു. നവംബർ 6-നും 11-നുമായി 2 ഘട്ടങ്ങളിലായിട്ടാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടക്കുക. നവംബർ 14-ന് ബീഹാറിന്റെ ജനവിധി എന്തെന്നറിയാം. 7,43,00,000 വോട്ടർമാരാണ് ബീഹാർ ആകെയുള്ളത്. ഇതിൽ 3,92,00,000 പുരുഷന്മാരും 3,50,00,000 സ്ത്രീ വോട്ടർമാരുണ്ട്. അതിൽ നിന്ന് ബീഹാർ വോട്ടർ പട്ടിക പുതുക്കൽ 35 ലക്ഷത്തോളം വോട്ടർമാരുടെ പേരുകൾ നീക്കം ചെയ്തിരുന്നു. പരേതരായ 12 ലക്ഷം പേരുടെയും വോട്ടർ പട്ടികയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ബീഹാറിന് പുറത്ത് താമസമാക്കിയ 17 ലക്ഷം പേരുടെ പേരും ഒഴിവാക്കപ്പെട്ടു. 2 പേരുള്ള 5.5 ലക്ഷം പേർക്ക് ഇരട്ട വോട്ടും ഇല്ലാതാക്കി. കൂടാതെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന നേപ്പാൾ, മ്യാൻമർ, ബംഗ്ലാദേശ് പൗരന്മാരുടെ പേരുകളും നീക്കം ചെയ്തു. ആകെയുള്ള 243 മണ്ഡലങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേക നിരീക്ഷകരായിട്ട് നിയമിച്ചുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ സീറ്റുകളെല്ലാം ധാരണയായി കഴിഞ്ഞു. ഇനി നമുക്ക് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കാലത്തിൽ കാണാം.